ബെണ്ടനെ പോലെ പോസ് ചെയ്യോ ഹോസ്റ്റലറെ? ഇത് ബെണ്ടനെ പോലെയല്ല, മണ്ടനെ പോലെയാണ്. നെക്സ്റ്റ് പോസ്. മര്യാദക്ക് പോസ് ചെയ്യോ ഹോസ്റ്റലറെ? മോളു ഇനി പപ്പ ഒന്ന് റെസ്റ്റ് ചെയ്യട്ടെ. വണ്ടി ഓടിച്ചോടിച്ചോടിച്ചോടിച്ചു മടുത്തു. അതൊന്നും പറഞ്ഞു തീർത്ത് പ്ലീസ്. എത്ര നേരമായി ചോദിക്കണു? 7 ദിവസത്തിനുള്ളിൽ സർപ്പം കടിച്ച് മരിക്കുമെന്ന് ശൃംഗി മഹർഷി പരീക്ഷിത്ത് രാജാവിനെ ശപിച്ചു. പേടിച്ച മഹാരാജാവ് ഒരു ജലാശയത്തിന്റെ നടുവിൽ ഒരു ഗോപുരം പണിത് അതിനകത്തിരിപ്പായി. എന്നിട്ട് 7 ദിവസങ്ങൾ കഴിഞ്ഞു. 7ാമത്തെ ദിവസം സൂര്യാസ്തമയത്തിന് മുമ്പ് അദ്ദേഹത്തെ കാണാൻ കുറച്ച് മഹർഷിമാരെത്തി. അവർ കൊണ്ടുവന്ന പഴങ്ങളിൽ നിന്നും ഒരെണ്ണം എടുത്ത് മഹാരാജാവ് പൊട്ടിച്ചു. രാജാവിന് അറിയില്ലായിരുന്നു ഒരു കുഞ്ഞി പുഴുവിന്റെ രൂപത്തിൽ അതിനകത്ത് തക്ഷകൻ ഒളിച്ചിരിപ്പുണ്ടായിരുന്നു എന്ന്. ഈ സ്റ്റോറിയുടെ മോറൽ എന്താ? മോറല് പിന്നെ ഇവിടെ റേഞ്ച് ഇല്ലല്ലോ. അനീഷ, ഇതാരാ ഇങ്ങോട്ട് വിളിക്കുന്നത്? ഇങ്ങോട്ട് വരുന്ന കാര്യം ആരോടെങ്കിലും പറഞ്ഞായിരുന്നോ? ഇല്ല, ചിലപ്പോ കെയർ ടേക്കർ പഴനിയായിരിക്കും. ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ഓക്കെ ആണോന്ന് അറിയാനാ. ഹലോ, മോറലുണ്ട്. കൊടുക്കാവേ. ആരാ? ഓസ്റ്റർക്കാ. ഹലോ ഹലോ സാർ, ഇത് മൂന്നാർ പോലീസ് സ്റ്റേഷനിലാണ്. സാറോട് ഉണ്ടെന്ന് സാറിന്റെ ഓഫീസ് വഴി അറിഞ്ഞു. സാറിന്റെ വെക്കേഷൻ ആണെന്നറിയാം. വേറെ വഴിയില്ലാത്തോണ്ട് ബുദ്ധിമുട്ടിക്കുക സാർ. എന്താ? ഇവിടെ ഒരു ടൂറിസ്റ്റ് കോട്ടേജിൽ ഇരട്ട കൊലപാതകം നടന്നു സാർ. കൊല്ലപ്പെട്ട 2 ബ്രിട്ടീഷ് പൗരന്മാരാണ്. ഞങ്ങൾ ബോഡി ഇവിടുന്ന് മാറ്റുന്നതിന് മുമ്പ് സാർ ജസ്റ്റ് ഒന്ന് നോക്കണം. വിദേശകാര്യ മന്ത്രാലയം അടക്കം ഇൻവോൾവ് ആണ് സാർ. സോ വി നീഡ് ടു ബി വെരി പ്രിസൈസ് സർ, പ്ലീസ്. വരാം. ഒരു 1/2 മണിക്കൂർ നിങ്ങളൊന്ന് അൺപാക്ക് ചെയ്ത് സെറ്റ് ആകുമ്പോഴത്തേക്കും ഓസ്റ്റർ ഓടി വരാം. ഹലോ സാർ. എന്ത് പണിയാ രവി കാണിച്ചത്? 2 ദിവസമെങ്കിൽ 2 ദിവസം ഭാര്യയും മോളും ഒക്കെ ആയിട്ട് സന്തോഷമായിട്ടിരിക്കാൻ വിചാരിച്ചിട്ടില്ലേ ഹൈ റേഞ്ചിൽ വന്ന് റൂം എടുത്തത്. ഇതിപ്പോതാ വന്ന് കയറി ഉടനെ ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് കോള്. ഉടനടി അങ്ങോട്ട് ചെല്ലാൻ. നിങ്ങളോട് ആരാ എന്റെ കോട്ടേജിന്റെ നമ്പർ കൊടുക്കാൻ പറഞ്ഞു? ഇല്ല സാർ, ഞങ്ങൾ ആർക്കും നമ്പർ കൊടുത്തിട്ടില്ല. പിന്നെ ഇങ്ങോട്ടാരും നമ്പർ ചോദിച്ച് വിളിച്ചുമില്ല. അതുമല്ല, സാർ ഇങ്ങോട്ടാ പോയെന്ന് ഞങ്ങൾക്ക് ആർക്കും അറിയില്ലോ സാർ. ഹലോ ഹലോ സാർ. ഹലോ. മോളു, ജെന്നി, അനീഷ, അനീഷ, മോളു, ജെന്നി, അനീഷ, ഹലോ ഓസ്ലർ. ഹലോ അലക്സാണ്ടർ. ഹലോ കൃഷ്ണദാസ്. പുസ്തകം എഴുതാനും നിങ്ങളുടെയൊക്കെ ജീവിതം സിനിമയാക്കാനും ഒരുപാട് ഓഫറുകളുണ്ടെന്ന് കേട്ടു. യുദ്ധം അവസാനിക്കുമ്പോൾ ശവങ്ങൾക്ക് വേണ്ടി കഴുകന്മാർ വരുന്നത് സ്വാഭാവികമല്ലേ? താങ്കളുടെ ഒരു ചോദ്യത്തിന് ഞാൻ പകുതി മറുപടി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. സേവിയുടെ മകൾ അമേരിക്കയിൽ നിന്ന് ലീവിന് തിരിച്ചു വരുന്നതുവരെ
എനിക്ക് കാത്തിരിക്കാമായിരുന്നു. ഞാൻ നിർബന്ധിച്ചിരുന്നെങ്കിൽ കൃഷ്ണദാസ് ദേവിക്ക് പകരം മകളെന്നതിൽ സമ്മതിക്കുമായിരുന്നു. പക്ഷേ ഞാനിത് ചെയ്തത് താങ്കൾക്ക് വേണ്ടിയാണ്. എല്ലാം ഇട്ടെറിഞ്ഞ് മനമെടുത്ത് തിരിച്ചു പോകുന്നതിന് മുമ്പ് താങ്കളെ അന്വേഷണ ഉദ്യോഗസ്ഥനയക്കട്ടെ. താങ്കളൊരു നല്ല മനുഷ്യനാണ് ഹോസ്റ്റലർ. നമ്മൾ കണ്ടുമുട്ടേണ്ടവരായിരുന്നു. We were so destined to meet. നമ്മൾ ഇനിയും കണ്ടുമുട്ടിക്കൊണ്ടേയിരിക്കും. വരട്ടെ. Bond Studio, ഹോസ്റ്റലർ. Bond Studio. സാർ രാവിലെ വന്ന് എന്നെ കാണാതെ പോയപ്പോഴേക്കും ഞാൻ വിചാരിച്ച് സാർ ഇന്നിനി വരില്ലായിരിക്കും. സാർ നല്ല തിരക്കിലല്ലേ? എന്തായാലും ഡിന്നർ നന്നായിട്ടുണ്ട്. പിന്നെ സാറിൻ്റെ കേസിൽ രണ്ടുപേരും ഇന്ന് കണ്ടായിരുന്നു, പക്ഷെ സംസാരിക്കാൻ പറ്റിയില്ല. എൻ്റെ ഭാര്യയും മോളോടെ സാറ് ഇത് ചോദിക്കലെടുത്തിയെന്ന് ഞാൻ വിചാരിച്ച. ഞാൻ പറഞ്ഞില്ലേ സാറേ, എനിക്കൊന്നും ഓർമ്മയില്ല. എൻ്റെ ഭാര്യയും മോളെയും എവിടെയാണ് കുഴിച്ചിട്ടതെന്നല്ല ഞാൻ ചോദിച്ചത്. അവരിപ്പോൾ എവിടെയാണെന്നാണ് ചോദിച്ചത്. വിനീത്, നിന്റെ കാറിൻ്റെ ഡിക്കിയിൽ നിന്നും അവരുടെ ചോര പുരണ്ട വസ്ത്രങ്ങളും വലിയൊരു കൊടുവാളും കിട്ടി. വാളിലും വസ്ത്രത്തിലും കണ്ട രക്തം DNA ടെസ്റ്റിലൂടെ എൻ്റെ ഭാര്യയുടെയും മോളുടെയുമാണെന്ന് തിരിച്ചറിഞ്ഞു. പക്ഷേ ആ ഷോക്കിൽ എല്ലാവരും വിട്ടുപോയ കേരള പോലീസിന് ഇന്നേ വരെ പരീക്ഷിക്കേണ്ടി വന്നിട്ടില്ലാത്ത ഒന്നുണ്ടായിരുന്നു. ബോണ്ട് റെസിഡ്യൂ. എല്ലിൻ്റെ ചെറിയ ചെറിയ തരികൾ. എല്ല് വെട്ടാൻ കത്തി ഉപയോഗിച്ച ശേഷം അതെത്ര കഴുകിയാലും, ഈവൻ കെമിക്കൽ വാഷ് ചെയ്താൽ പോലും ബോണ്ട് റെസിഡ്യൂ പോകില്ല. നീ എൻ്റെ കുടുംബത്തെ വെട്ടിനുറുക്കാൻ ഉപയോഗിച്ച കത്തിയിൽ ബോണ്ട് റെസിഡ്യൂവിൻ്റെ ഒരു അംശം പോലും ഉണ്ടായിരുന്നില്ല. ഞാനിപ്പോൾ ക്രോസ് ചെക്ക് ചെയ്തു വിനീത്. ദാറ്റ് മീൻസ് എൻ്റെ ഭാര്യയും മോളും വെട്ടിനുറുക്കപ്പെട്ടിട്ടില്ല. സോ നീ എന്തായാലും അത് ചെയ്തിട്ടില്ല വിനീത്. പക്ഷേ അവരെ ആരെന്ത് ചെയ്തു എന്നുള്ളത് നിനക്കറിയാം. പറയേ, ആരാണിതിൻ്റെ പിറകില്? പറയടാ. ഫൈനലി യു ഫൗണ്ട് ഇറ്റ് മാൻ. എത്ര കാലമായെന്നറിയോ ഞാൻ ഇതിനെ കാത്തിരിക്കുന്ന. നീ വല്ല ഇൻവെസ്റ്റിഗേറ്റർ അല്ലേ? മിടുക്കണ്ണെ കണ്ടുപിടിക്കേ. ലെറ്റ്സ് സീ വാട്ട് യു മേഡ് ഓഫ്, ഓസ്ല.